ഇനി പറയുന്ന 4 ഗ്രീൻ ഫ്ലാഗുകൾ ഉണ്ടെങ്കിൽ ആ ബന്ധം വളരെ അടിപൊളിയാണ്. നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കേൾക്കാൻ ശ്രമിക്കുന്നത് എന്തോ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ഫീലിംഗ് അല്ല. നിങ്ങളുടെ വാദം ജയിക്കാനുള്ള ഒരു പോയിന്റ് കണ്ടെത്തണം എന്ന ഫീലിലല്ല. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാതെ അവരെ മനസ്സിലാക്കണം, കേൾക്കണം എന്നുള്ള തുറന്ന മനസ്സോടുകൂടി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മനോഹരമായിട്ടുള്ള ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ്. നമസ്കാരം, ഞാൻ വിദ്യ നായർ, ഹോളിസ്റ്റിക് മെന്റൽ വെൽബീയിങ് പ്രാക്ടീഷണർ, റിലേഷൻഷിപ്പ് കോച്ചാണ്. അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിലുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഗ്രീൻ ഫ്ലാഗ് ഇതാണ്: നമ്മൾ ലിസൺ ചെയ്യുന്നു വിത്തൗട്ട് ജഡ്ജ്മെന്റ്, വിത്തൗട്ട് എനി അജണ്ട. നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നല്ലൊരു ടീംമേറ്റിനെ കിട്ടിയതുപോലൊരു ഫീൽ ആയിരിക്കും. നല്ലൊരു പങ്കാളിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിരിക്കും, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ടീംമേറ്റ് ആണ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം, ഞാനത്ര നന്നല്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ പ്രോസസ് ചെയ്യില്ല. നേരെ മറിച്ച് അവർ എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ലോങ് ടേമിലേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് പ്രപ്പോസ് ചെയ്തത്, ബന്ധത്തിലായത്. ഇതൊക്കെ അവർക്കറിയാം. അവര് ഒരിക്കലും എന്ത് ചെയ്യില്ല, പകുതി വഴിക്ക് വെച്ച് വിട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാല്, നമുക്ക് എന്ത് വേണമെങ്കിലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഷെയറിങ് ഓപ്പൺലി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഓപ്പൺ സ്പേസ് ഉണ്ട്. അവർ ഡിഫെൻസീവ് ആവില്ല, അവർ വിഡ്രോ ചെയ്ത് പോവില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ സൈലന്റ് ട്രീറ്റ്മെന്റ് തന്ന് നമ്മളെ വല്ലാതെ ആങ്ഷ്യസ് ആക്കി ഇമോഷണലി അബ്യൂസ് ചെയ്ത് അങ്ങനെയൊന്നും അവർ മാറില്ല. അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിനൊരു മറുപടി ഉണ്ട്. ഒരു ഗസിംഗ് സ്പേസോ അസ്യൂമിങ് സ്പേസോ ഒന്നും അവരവിടെ ഇട്ടേക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബന്ധത്തിലാണ് നിൽക്കുന്നതെന്ന. ഈ 4 ഗ്രീൻ ഫ്ലാഗുകൾ വളരെ അത്യാവശ്യ ഘടകം തന്നെയാണ് ഓരോ ബന്ധത്തിലും. ഇതിലേതിലെങ്കിലും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് സാധാരണയായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ആദ്യം പറഞ്ഞ കാര്യമില്ലേ, അതായത് പ്രത്യേകിച്ച് ഒരു അജണ്ടയും ഇല്ലാതെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും, ഞാൻ കേട്ടിരിക്കാറുണ്ടല്ലോ. അങ്ങനെയല്ല. നമ്മുടെ മനസ്സ് കംപ്ലീറ്റ് അവരെ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാകപ്പെടുത്തി എടുത്തിരിക്കണം. അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത് മിസ്സാകും തോറുമാണ് മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. നിങ്ങൾ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അതൊരു ഗോൾഡൻ ടിപ്പാണ് കേട്ടോ. അപ്പോ യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്ലേറ്റ് ടു ഇൻസ്പയർ. നന്ദി.